പാരായണം ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകൾ ഉണ്ടാകും. ഒരുപാട് പ്രയാസങ്ങൾ, ഓതാനുള്ള പ്രയാസങ്ങളുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രയാസം സഹിച്ചിട്ടും ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസത്തിന് കൂടി പ്രതിഫലം നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീ യഖറഉൽ ഖുർആൻ വഹുവ മാഇറുൻ ബിഹി മഅസ്സഫറത്തിൽ കിറാമിൽ ബററ. ഖുർആൻ നല്ല നൈപുണ്യത്തോടുകൂടി നാം ഇമാമിങ്ങളിൽ നിന്ന് കേൾക്കുന്നത് പോലെ മനോഹരമായ തജ്വീദോടുകൂടി ഒരാൾ ഓതുകയാണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം പുണ്യവാന്മാരായ മലായിക്കത്തുകളോടൊപ്പമാണ് അവന്റെ സ്ഥാനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വല്ലദീ യഖറഉൽ ഖുർആൻ വയതതഅതഉ ഫീഹി വഹുവ അലൈഹി ശാഖുൻ ഫലഹു അജ്റാൻ. എന്നാൽ ഖുർആൻ തപ്പി തടഞ്ഞുകൊണ്ട് പ്രയാസപ്പെട്ട് ഓതുകയാണ്. അക്ഷരങ്ങൾ എല്ലാവർക്കും നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. ചില പ്രയാസത്തോടു കൂടി ഓതുന്ന ആളുകളുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് പ്രതിഫലം നൽകുന്നുണ്ട്. ഒന്ന്, അവൻ അനുഭവിക്കുന്ന പ്രയാസത്തിന്. രണ്ട്, അവൻ ഓതുന്നുണ്ട്, ആ ഓതുന്നതിനുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓതാനുള്ള പ്രയാസങ്ങൾ ഉണ്ടായാലും ശരി, നമ്മൾ ഓതണം എന്ന് പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ഖുർആൻ ഓതുക, പഠിക്കുക എന്നുള്ളത്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്മയുള്ള ആളുകൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മാസത്തിൽ നമ്മൾ ശരിക്കും ഖുർആൻ ഓതണം. പലപ്പോഴും ഖേദകരമായ അവസ്ഥയാണ്, ഖുർആൻ ഓതുന്ന കാര്യത്തിൽ വലിയ പിന്നോക്കം നിൽക്കുകയാണ് പലരും. ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ കാണിക്കുന്ന ആവേശം പിന്നീട് ചോർന്നു പോകുന്നത് പോലെയാണ്.